ഗോൾഡൻ ബൂട്ട് ആർക്ക്? സ്വർണ്ണ പാതകം ആർക്ക്? കണ്ടറിയണം. എന്താ ഉള്ളി തട്ടി പറയണം, ആർക്ക് കിട്ടും? ശരിക്കും നിലവിലത്തെ അവസ്ഥയിൽ ഞാനിപ്പോൾ എംബാപ്പയ്ക്കൊപ്പം ഒരു കാര്യം, എംബാപ്പയാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. പക്ഷേ അർജന്റീന സ്പെയിനൊപ്പം കളിക്കുന്നതുകൊണ്ട് എങ്ങനെ പോകും, എന്തായിരിക്കും അവസ്ഥ നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മളെ പറയുമ്പം എപ്പോഴും പറയേണ്ടത് ഈ തീർച്ചയായിട്ടും ഗോൾഡൻ ബൂട്ട് എന്ത് മനോഹരല്ലേ കാണാൻ. സ്വർണ്ണമാണ്, സ്വർണ്ണമാണ്, തനി തങ്കം, തങ്കം ഡാ തങ്കം. നോക്ക്, 7 അപ്പിയറൻസസ് ആണ് നമ്മുടെ 2026. അതില് 610 മിനിറ്റിന്റെ കളിയുടെ ഭാഗം വഹിച്ചുകൊണ്ട് 8 ഗോളുകളാണ് നിലവില്. ഇനി ഒരു കളി വരാനുണ്ട്. പക്ഷെ ഒരു കാര്യമാണ്, എനിക്ക് ഉനൈ സൈമണിന് അത്ര വിശ്വാസമില്ല. കാരണം മെസ്സി അല്ല സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് ഇതുവരെ ഗോൾ വഴങ്ങാത്ത കൂട്ടരാണ് സ്പെയിൻ. അപ്പൊ അതില് മെസ്സി 2 ഗോൾ അടിക്കാന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ 2 ഗോൾ അടിച്ചത് സമ്മതിക്കണം. നോക്കണം, അത് കണ്ടറിയണം. 8 ഗോളുകൾ, 4 അസിസ്റ്റ്, 12 ഗോൾ കോൺട്രിബ്യൂഷൻ. 8+4 8 ഗോളും 4 അസിസ്റ്റും കൂടി കൂട്ടി 12 ഗോൾ കോൺട്രിബ്യൂഷൻ. 51 മിനിറ്റ് പെർ ഗോൾ കോൺട്രിബ്യൂഷൻ. അതായത് ഓരോ കളിയിലും 51 മിനിറ്റിന് വേണ്ടി സമർപ്പണം. എന്തായാലും ഗംഭീരമാണ്. പക്ഷെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇൻ കേസ് ഇപ്പോൾ നമ്മള് പെനാൽറ്റി ഷൂട്ടൗട്ടിലൊക്കെ വേറെ ആരെങ്കിലും ഇറക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെസ്സി തന്നെ ഇറക്കാനൊരു, കാരണം പ്രത്യേകിച്ച് മെസ്സി 2 ഷൂട്ടൗട്ടുകളും നശിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ ഒരു രീതിയിൽ അർജന്റീന അല്ലെങ്കിൽ സ്കലോണി നിലവിലിപ്പോൾ മെസ്സി കളിക്കുന്നത് തന്നെ ഗോൾഡൻ ബൂട്ടും കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കുമല്ലോ. അതുകൊണ്ട് മെസ്സിയാണ് ഈ കളിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു താരം. നമ്മളത് പറയുമ്പോൾ നമുക്ക് എംബാപ്പയും കൂടെ നോക്കേണ്ടതുണ്ട് അല്ലേ? യെസ്, എംബാപ്പെ പുതിയ ചരിത്രം, പുതിയ ചെക്കൻ വന്നു, പണി തുടങ്ങി, കളി തുടങ്ങി. പിന്നിൽ നിന്നവൻ മുന്നിലായി. പക്ഷെ എനിക്ക് സങ്കടമുണ്ട് കേട്ടോ, പിന്നിൽ നിന്നവൻ ഒപ്പമായി, ഒപ്പം നിന്നവൻ മുന്നിലായി. അത് മാത്രമല്ല, നമ്മൾ ഈ ലൂസേഴ്സ് ഫൈനൽ പലപ്പോഴും ചരിത്രം കുറിക്കാറുള്ള ഒരു മത്സരമാണെന്ന് പറയാറുണ്ട്. അതെ, തീർച്ചയായിട്ടും. നമ്മള് അത് മാത്രമല്ല, നമ്മൾ പറയുമ്പോഴേ, അതായത് അർജന്റീന കപ്പ് സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന്, ഈ കളി ജയിച്ചത് സസ്റ്റെയിൻ ചെയ്യും. അതിനോടൊപ്പം തന്നെ ബൂട്ട് സസ്റ്റെയിൻ ചെയ്യണത് എംബാപ്പെ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് കണ്ടറിയണം. കാര്യം നിലവിൽ 8 അപ്പിയറൻസിൽ, അതായത് 8 കളികളിൽ 697 മിനിറ്റ്, 10 ഗോളുകളാണ്, 4 അസിസ്റ്റ്, സമാനമായിട്ടുള്ള അസിസ്റ്റുകളാണ്, 14 ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ്. 50 മിനിറ്റിലാണ് എടുക്കുന്നതെങ്കിൽ 50 മിനിറ്റിൽ ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ തരുന്നു എന്നാണ് നമുക്ക് മനസ്സിലായത്. മെസ്സി ശരാശരി ശതമാനം കണക്കാക്കുമ്പോൾ എന്റെ മനസ്സ് എംബാപ്പയ്ക്കൊപ്പമാണ്. കാരണം ഫ്രാൻസിനൊരു കപ്പോ കിട്ടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ. ഞാൻ പറയുന്നത് അതുകൊണ്ടല്ല, ഞാൻ പറയുന്നത് അതെ ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ നമ്മള് മെസ്സിക്ക് കപ്പ് എടുക്കണമെങ്കിലും അല്ലെങ്കിൽ ഗോൾഡൻ ബൂട്ട് കിട്ടണമെങ്കിൽ ഹാട്രിക് അടിക്കണം. ഞാൻ പറയുന്നത് കുറഞ്ഞ സമയമാണ് രാജ്യത്തിനോടാണ്. സ്പെയിനൊപ്പം ഒന്നാമത്തെ ഗോൾ സ്പെയിൻ വഴങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. ഉനായ് സൈമനെയും ഇവരെ പെഡ്രോ റോഡ്രിഗോ പോലുള്ള മിഡും കടന്നെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം സ്പെയിനെതിരെ മെസ്സി 3 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അസാധ്യങ്ങൾ നടപ്പിലാക്കുന്ന ടീമാണ് അർജന്റീന. അതുകൊണ്ട് നമുക്ക് അത് കോഴിക്കോട് എന്താ ആവേശം നോക്കിയാലോ, രാത്രിയാവും തോറും കോഴിക്കോടുള്ള ആവേശം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് അനഘയിലോട്ട് പോയിട്ട്, അനഘ വന്നിട്ടുണ്ടോ? ശരി, നമുക്ക് സെന്ററിലേക്ക് തൊട്ട് പുറകിലുണ്ട് അനഘ. അനഘ വലിയൊരു കൂട്ടത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. അനഘ, എങ്ങനെയുണ്ട് ആവേശം കോഴിക്കോട്? ഇരുളും തോറും പ്രകാശം കൂടുന്ന സ്ഥലമാണ് പ്രകാശം കൂടുതലായിട്ടോ. ഇവിടെ അക്ഷരാർത്ഥത്തിൽ കോഴിക്കോടിൽ വലിയ ആവേശമാണ് നടക്കുന്നത്. അതായത് സത്യം, ഈ വലിയ ആവേശത്തിലാണ് ഇവിടെ കോഴിക്കോട് പുതിയ പാലത്തുള്ള ബിഗ് സ്ക്രീനിലാണ് നമ്മളുള്ളത്. ഇവിടെ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ ഈ കാൽപന്ത് കളിയുടെ ആവേശം ചോരാതെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി അല്പസമയത്തിനകം തന്നെ അറിയാം ആരാകും ആ എന്നുള്ളതൊക്കെ നമുക്ക് ഇവരോട് ചോദിക്കാം. വലിയ പ്രതീക്ഷയിലാണോ? ആര് കൊണ്ടോ? ഇവിടെ വലിയ ആവേശത്തിലാണ് അശ്വതി. ഇവിടെ ഇങ്ങനെ ആളുകളൊക്കെ ഉണ്ട്. വലിയ അർജന്റീന ജയിക്കും. മെസ്സി 2 അടിക്കും.
മെസ്സി 2 അടിക്കുന്നതാണ്. ആ അതെ അതെ, 2 അടിച്ചാലും എത്തൂല മോനെ. ആരാധകർക്ക് പോലും വിശ്വാസമില്ലാത്തൊരു അവസ്ഥ സ്പെയിനൊപ്പം. ചേട്ടാ അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഏത് മൂഡ് മെസ്സി മൂഡ്, ഏത് മൂഡ് എമീൻ മൂഡ്, അങ്ങനെ പാടാൻ തോന്നുന്നു. പക്ഷെ ഇവിടെ ഫുള്ള് കോഴിക്കോട് ഫുള്ള് മെസ്സി ഫാൻസ്. മെസ്സി 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 അതെ, മെസ്സി 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 മെസ്സി. ബ്രസീൽ ഫാൻസും ഉണ്ട്. അതൊക്കെ ഈ തോൽക്കാൻ കാണാൻ, അർജന്റീന തോൽക്കടാണ് അശ്വതിയെ പോലെ അങ്ങനെ തോൽക്കുന്ന കാണാൻ വേണ്ടി വന്നിരിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകള്. ബ്രസീലുണ്ട്, ജർമ്മനി ഉണ്ട്, റൊണാൾഡോ ഉണ്ട്, സ്പെയിൻ ഓൾറെഡി ഉണ്ട്. എന്നാലും കോഴിക്കോട് ഗംഭീരാവേശമാണ്, മലപ്പുറത്ത് ഗംഭീരാവേശമാണ്, കൊല്ലത്ത് ഗംഭീരാവേശമാണ്, തലസ്ഥാനത്ത് ഗംഭീരാവേശമാണ്. അങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലായിടത്തും ഗംഭീരാവേശമാണ്. ഈ കായിക പ്രേമികൾ ഒരുപാട് ഉള്ള നാടാണ് കേരളം എന്ന് പറയുന്നത്. ചൂട് കൂടി കഴിഞ്ഞു. നോക്കൂ, 8 മണി 8 മണി 4 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചരിത്രം കുറിക്കാൻ പോവുകയാണ് അല്ലേ? ആണോ ചരിത്രം കുറിക്കുന്നത്, അതോ ചരിത്രം മാറ്റി എഴുതുമോ ലയണൽ മെസ്സി? കാത്തിരുന്ന് കാണണം. 9:30 ഞങ്ങൾ വീണ്ടും എത്തും. ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ തലവൻ അനൂപ് ചന്ദ്രശേഖരനും ചേരും.